നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു സ്പായിലേക്ക് കാപ്പ കേസ് പ്രതി അടക്കമുള്ളവർ എത്തി അവിടുത്തെ ജീവനക്കാരിയെ കത്തികാട്ടി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവല്ലയിൽ വ്യാപകമായി തന്നെ ഇപ്പോൾ സ്പാകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ലയിലായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ആശുപത്രികളുള്ളതെന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് തിരുവല്ലയിലാണ് ഒരുപക്ഷെ ഏറ്റവും അധികം സ്പാകൾ പ്രവർത്തിക്കുന്നത്. നഗരത്തിന് സമീപ പ്രദേശത്തുമൊക്കെ തന്നെ ധാരാളം സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പായുടെ ഉടമസ്ഥൻ ഒരു കാപ്പ കേസ് പ്രതിയാണ് എന്നാണ് പറയപ്പെടുന്നത്. മറ്റ് സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്തിക്കുന്നത് ഇയാളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതേ വ്യക്തി തന്നെയാണ് മറ്റൊരു കാപ്പ കേസ് പ്രതിയായ മരണസുബിനെ അയച്ച് ഈ സ്പായിൽ പൈസ ആവശ്യപ്പെടുകയും അത് നൽകാൻ വിസമ്മതിച്ചപ്പോൾ അവിടുത്തെ ജീവനക്കാരിയെ കത്തികാട്ടി ബലാത്സംഗം ചെയ്തതും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പോലീസ് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇവരുമായിട്ടെല്ലാം കൃത്യമായ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇവരെ എല്ലാവരെയും രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, പോലീസിൻ്റെ ഉന്നതങ്ങളിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലൊക്കെ തന്നെ ഇവരെ വെള്ളപൂശാനുള്ള ശ്രമം നടന്നിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. തിരുവല്ലയിൽ സ്പാ നടത്തുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള കാപ്പ കേസ് പ്രതികളായ ഗുണ്ടകൾക്കും പോലീസിനും മാസപ്പടി നൽകിയില്ലെങ്കിൽ അവർക്ക് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പോലും കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. തിരുവല്ലയിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ കാപ്പ കേസ് പ്രതിയായ വ്യക്തിയുടെ സ്പായിൽ സന്ദർശകരാണ് എന്നും ഇവിടെ നിന്നാണ് ഇയാൾ മറ്റ് സ്പാ ഉടമകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന പണം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് വീതം വയ്ക്കുന്നത് എന്നുമൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് തിരുവല്ലയിൽ നടന്ന ഈ ഒരു സംഭവ പരമ്പര. ഈ ഒരു സ്പായിലെ സംഭവം പുറത്തു വന്നപ്പോൾ മാത്രമാണ് മറ്റ് കഥകളൊക്കെ തന്നെ ലോകമറിയുന്നത്. തിരുവല്ല പോലെയുള്ള ഒരുപാട് പ്രവാസികളുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട മധ്യതിരുവിതാംകൂറിലെ നഗരത്തിൽ പട്ടാപ്പകൽ ഒരു സ്പായിൽ അതിക്രമിച്ച് കയറി അവിടെയുള്ള ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുക, അവിടെ എത്തിയ ഒരു കസ്റ്റമറിനെ അവിടുത്തെ ഒരു വനിതാ ജീവനക്കാരിക്കൊപ്പം മെത്തയിൽ പിടിച്ച് കിടത്തിയതിന് ശേഷം അത് ചിത്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് കാപ്പ കേസ് പ്രതിയായ ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ശരിക്കും പോലീസിൻ്റെ പൂർണ്ണമായ അനുമതിയോടുകൂടി തന്നെയായിരിക്കും അവരിതെല്ലാം കാട്ടിക്കൂട്ടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്രമണത്തിനിരയായ സ്പായുടെ ഉടമ ആദ്യം പറഞ്ഞിരുന്നത് ഇത് മറ്റൊരു സ്പാ ഉടമ നൽകിയ കൊട്ടേഷനാണ് എന്നാണ്. ഒരുപക്ഷെ അവിടെ നിന്നുള്ള ഭീഷണി കാരണമായിരിക്കും പിന്നീട് അത് മാറ്റി പറയുകയായിരുന്നു. ഏതായാലും നമ്മുടെ പോലീസ് പ്രശസ്തമായ ഒരു മലയാളത്തിലെ കഥാപാത്രമുണ്ട് മാസപ്പടി മാധവുള്ള. ആ മാസപ്പടി മാധവുള്ളയുടെ പിൻഗാമികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വലിയ തോതിലുള്ള പണമിടപാടുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ സ്പാ ഉടമകളും തമ്മിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇവിടുത്തെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇത്തരം സ്പാകളിൽ വലിയ തോതിലുള്ള നിക്ഷേപമുണ്ട്. അവരാണോ ഇതിൻ്റെ ഉടമസ്ഥന്മാരെന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്പാകളൊക്കെ തന്നെ ഇവിടെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത്. ഈ പല സ്പാകളിലും അത്ര നല്ലതല്ലാത്ത അനാശാസ്യ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ എല്ലാ പരാതികളെയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവർക്ക് എന്തും കാണിക്കാനുള്ള അനുമതി നൽകിയിരുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ഈ നാട്ടിൽ എന്തും ആകാം എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ തിരുവല്ലയിൽ നടന്ന സംഭവം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്പായെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ളൊരു പരാതി മേയർ വി രാജേഷിന് ലഭിച്ചപ്പോൾ അപ്പോൾ തന്നെ പോലീസിനെ വരെ ഇറക്കി ഈ സ്പായിൽ റെയ്ഡ് നടത്തുകയും വേണ്ട കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഈ സ്പാ പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എന്തുകൊണ്ട് ഉത്തരവാദിത്തമുള്ള തിരുവല്ലയിലെ ജനപ്രതികൾ അവരെല്ലാവരും അറിയാതെ ഇതൊരിക്കലും നടക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് നേരെ കണ്ണടച്ചു എന്ന് ചോദിച്ചാൽ പണം തന്നെയാണ്, അല്ലെങ്കിൽ മാസപ്പടി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന പ്രേരണാ ഘടകം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സ്പാകളിലെല്ലാം തന്നെ അവർ CCTV ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഇവിടെ എത്തുന്ന കസ്റ്റമർമാരെ അവർ എന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ പിന്നീട് ഇത് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്ന രീതിയും ഇവിടെ തുടരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പലരും നാണക്കേട് കരുതി ഇത് പരാതിയായും രംഗത്തെത്താത്തതാണ് എന്നും പറയപ്പെടുന്നു. ഈ കേസിലെ പ്രധാന പ്രതിയായ മരണസുബിൻ എന്ന വ്യക്തി ഗുണ്ടാപ്പിരിവും മറ്റ് അതിക്രമങ്ങളുമായി എത്രയോ കാലമായി തിരുവല്ലയിൽ ഇയാൾ അവിടെ അരങ്ങ് വാഴുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോലീസുമായുള്ള ഉറ്റ ബന്ധത്തിൻ്റെ പേരിൽ, അതിന് പോലീസുകാർക്ക് മാസപ്പടി നൽകുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇയാളെ ഒരിക്കലും തൊടാൻ പോലീസിന് കഴിയാതെ പോയത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല ഇയാൾ ആക്രമണം നടത്തിയ സ്പായിലെ ജീവനക്കാരി പറയുന്നത് ഇയാൾ അവരോട് വെളിപ്പെടുത്തിയത് തനിക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് എന്നും തന്നെ ആര് വിചാരിച്ചാലും ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുമാണ്. ഏതായാലും തിരുവല്ലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു സംഭവം കേരളമാകെ ഇപ്പോൾ പൊട്ടിമുളയ്ക്കുന്ന ഈ സ്പാകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലെ പോലീസും സർക്കാരും മുൻകൈ എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ പോലീസുകാർ തന്നെ പണം മുടക്കി ഇത്തരം സ്പാകൾ നടത്തുക, അതല്ലെങ്കിൽ
ഈ ഗുണ്ടകളുമായി മാസപ്പിരിവ് നടത്തി അതിൻ്റെ ആദായം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യം സംശയമാണ്. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി എറണാകുളത്താണ് കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനം എന്നുള്ളതിൽ ഏറ്റവും അധികം സ്പാകൾ പൊട്ടിമുളച്ചുകൊണ്ടായിരുന്നത്. പിന്നീട് മറ്റു നഗരങ്ങളിലേക്ക് തന്നെ പടരുകയായിരുന്നു. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ പോസ്റ്ററുകളാണ് ഈ സ്പാകളുടെ പരസ്യമായി ഉപയോഗിക്കുന്നത്. അതിലൊരു ഫോൺ നമ്പർ മാത്രമേ കാണുകയുള്ളൂ. ഈ സ്പാ പ്രവർത്തിക്കുന്നത് എവിടെയാണെന്നതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഇതിൽ കാണുകയില്ല. ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുന്ന ആളുകളെ പിന്നീട് സുരക്ഷിതമായി ഈ സ്പാകളിൽ എത്തിക്കാനും അവരിൽ നിന്ന് പണം വാങ്ങാനും അവർക്ക് ഒരുപക്ഷെ അനാശാസ്ത്ര പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നിരവധി സ്പാകൾ കേരളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം മാന്യമായി നടത്തുന്ന നിരവധി സ്പാകൾ മറ്റൊരു വശത്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാനും കഴിയുകയില്ല. പക്ഷേ നല്ല രീതിയിൽ നടത്തുന്ന സ്പാകൾക്ക് പോലും പിന്നീട് പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള അനധികൃത സ്പാകൾ പ്രവർത്തിക്കുന്നത്. ഇതിന് പോലീസുകാരുടെ സഹായമില്ലാതെ ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് തിരുവല്ലയിൽ നിന്നുള്ള ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മരണസുബിനെ പോലെയുള്ള ആളുകൾക്ക് പണം ഉണ്ടാക്കാനും അവർ അത് പോലീസുമായി വീതം വയ്ക്കാനുമൊക്കെ അവസരം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി തന്നെയാണ്, ഈ സർക്കാരാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.